സമൂഹ മാധ്യമത്തിലൂടെ അങ്ങേയറ്റം ഹീനകരമായ മോശമായ പരാമർശം വന്നതോടുകൂടി തന്നെ റവന്യൂ വകുപ്പ് നേരിട്ട് റവന്യൂ മന്ത്രി തന്നെ ജില്ലാ കളക്ടർക്ക് ഈ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ഉടൻ തന്നെ രാവിലെ തന്നെ ജില്ലാ കളക്ടർ ഈ എ പവിത്രനെ ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം താലൂക്ക് ഓഫീസിൽ നിന്ന് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വെള്ളരിക്കുണ്ട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് ഹോസ്ദുർഗ് പോലീസിനെ കൈമാറിയത്. NSSന്റെ കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി എ പ്രഭാകരൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. BNS 196, 75, 79, IT ആക്ടിലെ 67A വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ നടത്തിയ വൈദ്യപരിശോധനയിൽ ഇയാൾ മദ്യപിച്ചാണ് ഇന്ന് രാവിലെ ഓഫീസിലെത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇയാൾ നിരന്തരമായി ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീലപരവും അതുപോലെ തന്നെ കലാപാഹ്വാനം നടത്തുന്നതുമായ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു നടപടിയിൽ അത് തീർച്ചയായും സംസ്ഥാന സർക്കാർ ഉചിതമായൊരു നടപടി കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് BJPയും വനിതാ ലീഗും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും പവിത്രനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം കർശനമായ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രജിൻ. യെസ്.